ഇന്ത്യ കണ്ടിട്ടുള്ള ഒരു വലിയ ഒരു റോബറി, ബാങ്ക് കൊള്ള പുറത്തു വന്നിരിക്കുകയാണ്. കർണാടകയിലാണ് സംഭവം നടന്നിട്ടുള്ളത്. 52 കോടി വിലമതിക്കുന്ന സ്വർണമാണ് അവിടുന്ന് കവർന്നെടുത്തത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 5 ലക്ഷം മുതൽ 5,20,000 രൂപ കളവ് പോയി എന്നും വാർത്ത വരുന്നുണ്ട്. ഇതിന്റെ പിന്നില് കക്രാല ഗ്യാങ് ആണ് എന്ന് തോന്നുന്നുണ്ടോ? കക്രാല ഗ്യാങ് ആണോ എന്ന് ഇപ്പം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം കൂടുതൽ അന്വേഷണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ആളുകളാണോ ഇതിന് പിന്നിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിയൂ. ഈ കക്രാല ഗ്യാങ് മീര സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ സദേൺ ഇന്ത്യയിലുള്ള പല ബാങ്ക് റോബറീസിലും, പ്രത്യേകിച്ചും കർണാടക പോലുള്ള ഭാഗങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ബാങ്ക് റോബറീസിനൊക്കെ പിന്നിൽ ഈ ഗ്രൂപ്പാണ്, ഈ നൊട്ടോറിയസ് ഗ്രൂപ്പാണ് എന്ന വാർത്തകൾ, എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ട് പുറത്തുവിട്ടിട്ടുള്ള കാര്യമാണ്. ഈ കക്രാല ഗ്യാങ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് അവർ വരുന്നത്. അതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉത്തർപ്രദേശാണ്. അപ്പോൾ നിരവധി ആളുകളെ അത്തരത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രധാന തലവന്മാരെയൊക്കെ നേരത്തെ തന്നെ കർണാടകയിൽ നിന്ന് തന്നെ സംഭവിച്ച ഒരു SBI ബാങ്കിൻ്റെ റോബറി, ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള തലവന്മാരെയൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിലെ വിജയപുര ജില്ലയിലെ കാനറ ബാങ്ക് മംഗോളി ബ്രാഞ്ച്, അവിടെ നിന്നാണ് ഏതാണ്ട് മീര സൂചിപ്പിച്ച പോലെ തന്നെ 52 കോടിയോളം വിലമതിപ്പുള്ള സ്വർണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 58 കിലോ സ്വർണമാണെന്നാണ് ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മെയ് 23 വെള്ളിയാഴ്ച, അന്ന് അതിൻ്റെ പിറ്റേ ദിവസം 24-ഉം 25 24 ഒരു 4-ാം ശനിയാഴ്ചയാണ്, 25 ഞായറാഴ്ചയാണ്. ഈ 2 ദിവസവും ബാങ്ക് അവധിയായിരിക്കും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഈ കൊള്ള നടത്താനായിട്ട് തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ 8-അംഗ അന്വേഷണ സംഘത്തിനെയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ നിന്നിപ്പം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പോലീസ് തന്നെ സൂപ്രണ്ടനെ, ആ ജില്ലയിലെ SP തന്നെ നൽകുന്നുണ്ട്, മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അതായത് അവരിപ്പം അന്വേഷിച്ചതനുസരിച്ചിട്ട്, നിലവിലെ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇവർ കൃത്യമായിട്ടുള്ള സൂചനകളൊന്നും നൽകാതെ തന്നെയാണ് ഈ ബാങ്ക് റോബറി നടത്തിയിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം നമുക്കറിയാം, ഇന്ത്യ തന്നെ കണ്ടിട്ടുള്ള പല ബാങ്ക് റോബറീസിലും ഇത്തരത്തിൽ തന്നെയാണ് ഈ കൊള്ള സംഘത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി ഈ ഒരു രീതിയിൽ തന്നെയാണ്. പ്രധാനമായിട്ടും ഈ ഗ്യാസ് കട്ടേഴ്സ്, സൈലൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ഗ്യാസ് കട്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അല്ലെങ്കിൽ ജനല് പൊളിച്ചിട്ട് അകത്ത് കയറുക തുടങ്ങിയ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ബാങ്കിൻ്റെ ഏറ്റവും പുറകുവശത്തുണ്ടായിരുന്ന ഈ 2 ലോക്കറുകളുണ്ട്. ആ ലോക്കറുകളിൽ ഒരു ലോക്കർ മാത്രമാണ്, ആ ഒരു ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മാത്രമാണ് നഷ്ടമായിരിക്കുന്നത്. അതും ഈ ഗ്യാസ് കട്ടർ എന്തെങ്കിലും ഉപയോഗിച്ച് പൊളിക്കുകയല്ല ചെയ്തത്, പകരം ഏതോ ഒരു ഫേക്ക് കീ ഉപയോഗിച്ചുകൊണ്ട് ഇത് തുറന്നിട്ടാണ് ഇവർ സ്വർണം, ഈ 58 കിലോയോളം വരുന്ന സ്വർണം, അതായത് ഗോൾഡ് ലോണിന് വേണ്ടിയിട്ട് ആളുകൾ നിക്ഷേപിച്ച സ്വർണങ്ങളാണ് ഇല്ലാതായിരിക്കുന്നത് എന്ന് ബാങ്ക് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടായിട്ടും ഇവരെങ്ങനെ അകത്ത് കയറി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. CCTV ക്യാമറാസ് ഉണ്ട്. ആ CCTV ക്യാമറാസ് മുഴുവൻ ഓഫായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. DVR പോലുള്ള ഇത് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെയും ഇത്തരത്തിൽ തന്നെയാണ് ഈ ബാങ്ക് റോബറിയുടെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ കൊള്ളക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രീതി തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയിട്ട് ഒരു കൂടോത്രത്തിന്റെ ഒരു എലിമെന്റിന് ഇവരിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതായത് ഒരു കറുത്ത നിറത്തിലുള്ള ഒരു ബൊമ്മ, ആ ബൊമ്മയെ ഒരു ജനലിന്റെ സൈഡിൽ പ്ലേസ് ചെയ്തിട്ടായിട്ട് വെച്ചതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയാണ്. അതായത് ഭസ്മവും പിന്നെ അതുപോലെ തന്നെ ചന്ദനൊക്കെ പൂശിയിരിക്കുന്ന ഒരു കറുത്ത ബൊമ്മയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് എന്തോ ബ്ലാക്ക് മാജിക്, കൂടോത്രത്തിന്റെ എന്തോ അംശം ഇതിലുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ
പരത്താനുള്ള ശ്രമമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് റോബറി എന്ന രീതിയിൽ അറിയപ്പെടുന്നതാണ് തീർച്ചയായിട്ടും 2007 മലപ്പുറത്ത് നടന്ന ചേലാമ്പ്ര ബാങ്ക് റോബറി എന്ന് പറയുന്നത്. അത് വളരെ ഞെട്ടിപ്പിക്കുന്ന, ദേശീയ ശ്രദ്ധ നേടിയ ഒരു ഭയങ്കരമായിട്ടുള്ള ബാങ്ക് റോബറി ആയിരുന്നു. അതിലും ഇത്തരത്തില് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പി വിജയന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നത്. അവരെ വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയിട്ട് നെക്സൽ സ്വഭാവം ഇതിനുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ, ജയ് മാവോ എന്നൊക്കെയുള്ള ചുമരിലെ എഴുത്തൊക്കെ അതിൽ നിന്ന് കണ്ടെത്തിയതാണ്. അത് തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. പിന്നീട് ഹൈദരാബാദ് ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ഈ കൊള്ളസംഘം പ്രവർത്തിക്കുന്നത് എന്ന വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും ബാങ്ക് റോബറീസിൽ ഇത്തരം സംഭവങ്ങളൊക്കെ കാണപ്പെടാറുള്ളതാണ്. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം 58 കോടിയോളം വില വരുന്ന സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല 5,20,000 രൂപയും നഷ്ടപ്പെട്ടതായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തില് കണ്ടെത്തിയത് ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന സ്വീപ്പർ 26-ാം തീയതിയാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം ബാങ്ക് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്. ഇവരുടെ ഈ ഷട്ടർ ലോക്ക് പൊളിച്ച രീതിയിലായിരുന്നു. ഇതിൽ സംശയം ഉദിച്ചതിന് ശേഷമാണ് ഇവർ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്. അവസാനം അവരുടെ ഒരു ഓഡിറ്റ് പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്രയും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം മനസ്സിലാവുന്നത്. തുടർന്ന് അത് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. പക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിയിരിക്കുന്നു. അതായത് 28-ാം തീയതിയോ 29-ാം തീയതിയോ ആണ് ഇവരെ അറിയിച്ചത്. സംഭവം നടക്കുന്നത് 24-ും 25-ാം തീയതി രാത്രിയാണ്. അതായത് 23 രാത്രിക്കും 26-ാം തീയതിക്കും ഇടയിലാണ്, രാവിലേക്കും ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര വൈകി ഇത് അറിയിക്കാനെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംശയം ജനിപ്പിക്കുന്നതാണ്. ഇതിലെ ബാങ്ക് ഉദ്യോഗസ്ഥരോ മാനേജർമാരോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാരെങ്കിലും ആയിട്ട് ഇവർക്ക് ഈ കൊള്ളക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ ലഭിച്ചിരുന്നോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോഴും നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കാനറ ബാങ്കിന്റെ ഇന്റേണൽ സെറ്റപ്പുകൾ, അതിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തന രീതികളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഇവർക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രീതിയിലുള്ള ഒരു കൊള്ള നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. സത്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക്കർ കീ ഇട്ട് തുറന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കീ എത്ര കൊണ്ടുവന്നാലും അത്രയും ലോക്കേഴ്സ് തുറന്ന് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കാൻ കഴിയില്ല. പിന്നെ ഇത്രയും സാധനങ്ങൾ അവരെങ്ങനെ അവിടുന്ന് കടത്തി എന്നുള്ളതും ആലോചിക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്ത് എന്തായാലും സെൻസറിങ് ആയിട്ടുള്ള സാധനങ്ങളും എക്യുപ്മെന്റ്സുകളും അടിച്ചില്ല, അത് ഓഫായ രീതിയിലായിരുന്നു. അപ്പൊ അത് അവരുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു വീഴ്ച പറ്റിയത് ആയിരിക്കാം എന്ന് വിചാരിക്കുക. അതല്ലാതെ ഇതും ഉണ്ട്, അറിയാതെ ഒരാൾ അവിടെ വന്ന് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത്. മീര ആദ്യം ചോദിച്ച പോലെ ഈ കക്രാല ഗാങ് ഇതിലാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സദേൺ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും കർണാടകയിലുള്ള പല സ്ഥലങ്ങളിലും നേരത്തെയും ബാങ്ക് റോബറിയിൽ ഇവരാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അതായത് ഇവർ സൈലന്റ് ആയിട്ടുള്ള ഗ്യാസ് കട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ലോക്കർ പൊളിക്കുക. അതോടൊപ്പം തന്നെ ചില്ലി പൗഡർ, അതായത് ഈ സ്നിഫ് ഡോഗ്സിന്റെ മണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ട്രേസ് ചെയ്ത് ഒരുപാട് ഡിസ്റ്റൻസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ചില്ലി പൗഡേഴ്സ് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ഈ DVR അടിച്ചു മാറ്റുന്ന സംഭവം, അത് യഥാർത്ഥത്തിൽ ഈ കക്രാല ഗാങ്ങിന്റെ ഒരു രീതിയാണ്. ഇപ്പൊ പല കേസുകളിലും ഇവർ ഇതേ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ അത്തരത്തിൽ ഈ ചില്ലി പൗഡർ ഉപയോഗിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും, DVR ഒക്കെ മോഷണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത്തരം സംഭവങ്ങളൊന്നും ഇതിൽ ഉള്ളതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല ഇതിലൊരു ബ്ലാക്ക് മാജിക്കിന്റെ എലിമെന്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കക്രാല ഗാങ് ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 6 മാസക്കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു വർഷക്കാലങ്ങളായിട്ട് ഈ കർണാടക കേന്ദ്രീകരിച്ച് നിരവധിയായിട്ടുള്ള ബാങ്ക് റോബറീസ്, ബാങ്ക് കൊള്ള വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പല ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുമാണ് കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെ വർഷങ്ങളിലും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വളരെ കൗതുകമുണർത്തുന്ന ഒരു ബാങ്ക് റോബറി ആയിരുന്നു.
അത് കഴിഞ്ഞ വർഷമാണ്, 2024 ഒക്ടോബറിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒക്ടോബറിലാണ് SBI ബാങ്ക്, ഈ കർണാടകയിൽ തന്നെയുള്ള ജില്ല ഞാൻ മറന്നുപോയി, ഒരു പ്രദേശത്തുള്ള SBI ബാങ്കിൽ നിന്നാണ് ഏതാണ്ട് 17 കോടിയോളം വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ആണ് മോഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഈ അന്വേഷണ സംഘം ഇത് അന്വേഷിച്ച് പോയി അവസാനം ഒരുപാട് 6 മാസക്കാലത്തോളം ഇവരെടുത്തു ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതൊക്കെ. യഥാർത്ഥത്തിൽ ഈ അന്വേഷണ സംഘത്തിന് ഇതിൽ 2 ഗുണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്ന്, ഇവർക്ക് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുമാത്രമല്ല, ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കുറെ കാലങ്ങളായിട്ട് കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ കക്രാല ഗാങ്ങിനെ ഇവർക്ക് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് പിടികൂടാനും പറ്റി. ഇവരല്ല പ്രതികളെങ്കിലും അവരെ പിടികൂടാനും പറ്റി. ഒക്ടോബർ 28, 2024 കേട്ടോ. അതായത് 17 കിലോളം സ്വർണമാണ് ഈ നൈമതി ബ്രാഞ്ച്, അത് ദവനാങ്കിരി എന്ന് പറഞ്ഞ ജില്ലയിലാണ്, കർണാടകയിലെ SBI ബ്രാഞ്ചിൽ നിന്നാണ് ഇത്രയും സ്വർണം കൊള്ളയപ്പെട്ടു പോകുന്നത്. അപ്പൊ ഇതില് കക്രാല ഗ്യാങ് ആണെന്നാണ് ആദ്യം പോലീസ്, ഈ ഉദ്യോഗസ്ഥര്, അന്വേഷണ ഏജൻസികളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡസ് ഓപ്പറാൻഡി അതേ രീതിയിലായിരുന്നു. ചില്ലി പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്, ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ഓഫായിരുന്നു, DVR മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ രീതിയിലുള്ളൊക്കെയുള്ളൊരു ഒരു സ്വഭാവം ഇതിലുണ്ടായിരുന്നതുകൊണ്ട് അവരാണോ എന്ന് ആദ്യം ഇവർക്ക് സംശയം തോന്നുകയും അവരിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തു. പക്ഷെ അവരല്ല എന്ന് മനസ്സിലാവുകയും പിന്നീട് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞ കൗതുകമുണർത്തുന്ന ഒരു കഥ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ ബാങ്ക് കൊള്ളയടിക്കാൻ ഇവർക്ക് പ്രചോദനം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഇതിലെ പ്രതിയായിട്ടുള്ള വിജയ് കുമാർ എന്ന് പറയുന്ന 6 അംഗ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ പ്രധാന മാസ്റ്റർ മൈൻഡ് വിജയ് കുമാറാണ്. അയാൾക്ക് 30 വയസ്സാണ്. അയാള് 2023 ഈ ബാങ്ക്, ഇതേ ബ്രാഞ്ചിൽ, ഈ കൊള്ളയടിക്കപ്പെട്ട ഇതേ ബ്രാഞ്ചിൽ ഒരു ലോൺ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒരു 15 ലക്ഷത്തിന്റെ ലോണിന് വേണ്ടിയിട്ട്, PMI സ്കീമിലുള്ള ഒരു ലോണിന് വേണ്ടിയിട്ട് ഇയാൾ ചെല്ലുന്നു. ഇയാളുടെ ഒരു ബേക്കറി ഷോപ്പ് അതേ പ്രദേശത്ത് നടത്തുന്നുണ്ട്, ഒരു ചെറിയ ബേക്കറി ഷോപ്പാണ്. അപ്പോൾ ആ ബിസിനസ്സിന്റെ ആവശ്യത്തിനായിട്ടാണ് ലോണിന് വേണ്ടിയിട്ട് ചെല്ലുന്നത്. പക്ഷെ ഈ ലോണ് സിബിൽ സ്കോർ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിയിട്ടും മറ്റ് ക്രൈറ്റീരിയൻ്റെ ഒക്കെ ഭാഗമായിട്ട് റിജക്റ്റായി. പിന്നീട് ഇദ്ദേഹത്തിന്റെ മറ്റൊരു ബന്ധുവിനെയും കൂട്ടിയിട്ട് അയാളുടെ പേരിൽ ഒരു ബാങ്കിന് വേണ്ടിയിട്ട് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അതും റിജക്റ്റായി. അങ്ങനെ ഇതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഇതിൽ വേദനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇയാൾ ഈ നൈമതി ബ്രാഞ്ചിൽ, SBIയിലെ നൈമതി ബ്രാഞ്ചിൽ നിന്ന് 17 കിലോളം സ്വർണം ഇയാൾ മോഷ്ടിക്കുന്നത്. എന്നിട്ട് അത് ഉസലാംപെട്ടി എന്ന് പറയുന്ന മധുരയിലെ ഒരു സ്ഥലത്തിൽ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു കിണറ്റിലാണ് ഇത് സൂക്ഷിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞു, 6 മാസത്തോളം കഴിഞ്ഞു ഈ പോലീസിന് യഥാർത്ഥ ഈ സ്ഥലമൊക്കെ കണ്ടെത്താനും പ്രതിയിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്, ഇയാൾ 8ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, എൻ്റെ ദാരിദ്ര്യവും അതോടൊപ്പം തന്നെ പൈസ ഇല്ലാത്തതിൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട്, ആ വിഷമത്തിൽ നിന്നാണ് ഞാൻ ഈ ബാങ്ക് റോബറി നടത്തിയതെന്നാണ് ഈ വിജയ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ബാങ്ക് റോബറീസ് എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചേലാമ്പ്ര ബാങ്ക് റോബറി, അതാണ്. അതിൻ്റെ പേരിൽ ഒരു പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യാസ് മണി ഹിസ്റ്റ്, ചേലാമ്പ്ര ബാങ്ക് റോബറി. അനിർഭൻ ഭട്ടാചാര്യാണ് അത് എഴുതിയിരിക്കുന്നത്. അയാളൊരു വലിയൊരു ക്രൈം സ്റ്റോറി എഴുതുന്ന ഒരു വലിയ വിദഗ്ധനാണ്. മോഹൻലാലാണ് അത് ആ പുസ്തകം പ്രകാശനം ചെയ്യുകയൊക്കെ ചെയ്തത്. ഫഹദ് ഫാസിലും മോഹൻലാല് ഇതിലെ വിജയൻ SP ആയിട്ട് വരുന്ന ഒരു സിനിമയൊക്കെ വരാൻ പോകുന്നു തുടങ്ങിയ അത്തരത്തിലുള്ള പല റൂമേഴ്സ്, സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എവിടെ എത്തിയിട്ടില്ല. അത്തരത്തിൽ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു ബാങ്ക് റോബറി ആയിരുന്നു നമ്മളെ സേലം ചെന്നൈ റൂട്ടിൽ ഓടിയിരുന്ന ട്രെയിൻ റോബറി. അത് ചെന്നൈയിലെ RBIയിലേക്ക് കൊണ്ടുപോകായിരുന്ന ഏകദേശം 300-350 കോടിയോളം രൂപ ട്രെയിനിന്റെ റൂഫ് പൊളിച്ച് തുറന്നെടുത്ത സംഭവം ഉണ്ടല്ലോ. അപ്പം അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ബാങ്ക് റോബറീസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടിയിട്ട്
അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കട്ടെ. എന്തായാലും ഇത് വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഈ കാനറ ബാങ്ക് എന്ന് പറയുന്നത് എത്രയോ കാലങ്ങളായിട്ട് ഇന്ത്യയിലുള്ളതാണ്. ഏതാണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അവർക്കുള്ളതാണ്. ഏതാണ്ട് 10,000-ഓളം വരുന്ന ബ്രാഞ്ച് ഉണ്ട് അവർക്ക്. 11,000 12,000-ഓളം വരുന്ന ATMകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം ബാങ്ക് റോബറീസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ കസ്റ്റമേഴ്സിനാണ് യഥാർത്ഥത്തിൽ വലിയ ടെൻഷൻ. പ്രത്യേകിച്ചും ഇത് നഷ്ടപ്പെട്ട ഈ ഗോൾഡ് ലോണ് ഇതേ ബാങ്കിൽ നിക്ഷേപിച്ച ആളുകൾക്ക് യഥാർത്ഥത്തിൽ അതിന്റെ വേദന നമ്മൾ ഏതെങ്കിലും ബ്രാഞ്ചിലെ ബാങ്കിൽ നിന്ന് ഇത്തരത്തിൽ സ്വർണം പോകുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ വേദന നമുക്ക് മനസ്സിലാവുക. നമ്മുടെ നഷ്ടപ്പെടുമ്പോൾ. അതെ.